ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. രക്തസാക്ഷികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ചരിത്രപ്രധാനമായ ദണ്ഡി മാർച്ച് ഗാന്ധിജി ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഉത്തരം സബർമതി ആശ്രമം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഉത്തരം ലേബർ പാർട്ടി. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഉത്തരം സിംഹമുദ്ര. ഉത്തരം സിംഹമുദ്ര. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിജി വെടിയേറ്റ് വിടവാങ്ങിയ വർഷവും തീയതിയും? 1948 ജനുവരി 30. കൈത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. മലബാർ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1921. 1921. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാകുന്നു? ഉത്തരം ന്യൂഡൽഹി. ഉത്തരം ന്യൂഡൽഹി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏതാകുന്നു? ഉത്തരം വരിക വരിക സഹചരെ. വരിക വരിക സഹചരെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരി. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓഗസ്റ്റ് 15 ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ദക്ഷിണ കൊറിയ, കോങ്കോ. ദക്ഷിണ കൊറിയ, കോങ്കോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.